നീലിയാടിൽ വിമുക്ത ഭടൻ മരിച്ച സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ. തണ്ണീർക്കോട് സ്വദേശിയായ അബ്ദുൾ റഫീഖിനെയാണ് ചങ്ങനംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിമുക്ത ഭടനെ ആളൊഴിഞ്ഞ പറമ്പിലെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തണ്ണീർക്കോട് പുതുവീട്ടിൽ അബ്ദുൾ റഫീഖിനെയാണ് ബുധനാഴ്ച രാത്രി കോഴിക്കോട് വെച്ച് ചങ്ങനംകുളം പോലീസ് ഇൻസ്പെക്ടർ ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തൃത്താല വെങ്ങാശ്ശേരി ഗോവിന്ദൻകുട്ടിയെയാണ് ചൊവ്വാഴ്ച രാവിലെ ജില്ലാതിർത്തിയായ നീലിയാടിൽ ഒരു ഷെഡിന് പുറകിലുള്ള ചായ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയതിന് 2 ദിവസം മുമ്പ് ഗോവിന്ദൻകുട്ടിയും സുഹൃത്തും മദ്യപിക്കുന്നതിനിടയിൽ അടിപിടിയുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ഇയാൾ നാട്ടിൽ നിന്ന് കടന്നുകളഞ്ഞിരുന്നു. 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്ന മൃതദേഹത്തിൽ പരിക്കേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ മൃതദേഹ പരിശോധനയിൽ തലയോട്ടിയിലും നെഞ്ചിലുമെല്ലാം പരിക്കുകളുള്ളതായി വ്യക്തമായി. പ്രതിയുമായി വ്യാഴാഴ്ച പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും നീലിയാടും പരിസരത്തും തെളിവെടുപ്പ് നടത്തി. വിവരമറിഞ്ഞ വൻ ജനക്കൂട്ടം സ്ഥലത്ത് തടിച്ചുകൂടി. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് അന്വേഷണ സംഘം. വിമുക്ത ഭടനും മുൻ FACT ജീവനക്കാരനുമായിരുന്ന ഗോവിന്ദൻകുട്ടി കുമ്പിടി ഉമ്മത്തൂരിലെ സ്വകാര്യ ഫാമിൽ ജോലിക്കാരനായിരുന്നു. ശമ്പള ഇനത്തിൽ കയ്യിലുണ്ടായിരുന്ന 24,000 രൂപ നഷ്ടപ്പെട്ടെന്ന ആരോപണവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങളായി കുടുംബവുമായി ബന്ധമില്ലാതിരുന്ന ഗോവിന്ദൻകുട്ടി നീലിയാടും പരിസര പ്രദേശങ്ങളിലുമാണ് താമസിച്ചിരുന്നത്.